അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി പയ്യോളി ചിക്കനാണ്. പയ്യോളി ചിക്കൻ പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമായ മസാലകളൊക്കെ ഉപയോഗിച്ചിട്ട് ചില്ലിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടാണ് അതിന് ചില്ലിയാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. നല്ല നാടൻ കോഴിയാണ്. നാടൻ കോഴിയിൽ നമ്മൾ പയ്യോളി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മുടെ പയ്യോളി ചിക്കൻ എങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുക്കാൻ നോക്കാം. നല്ല പോലെ തേച്ചോട്ടാ. മഞ്ഞൾപ്പൊടി ഓക്കെ. അടിപൊളിയായിട്ട് തന്നെ കഴുകിയെടുക്കും. മഞ്ഞപ്പൊടി, അടിപൊളിയായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. അടിപൊളി. നമുക്കൊരു സാധനം ചൂടാക്കി എടുക്കാണ്ട് പച്ചവെള്ളം. നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലിയാണത്. ഇതൊന്ന് വേവിച്ചെടുക്കാണ്ട് നമുക്ക്. മുളക് നല്ലപോലെ തിളച്ച് വെന്തിട്ടുണ്ട്. ഇത് നമുക്കിതിനൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം. ഇതിനെ നമ്മുടെ കാശ്മീരി ചില്ലി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം പകുതി മുക്കാൽ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. നമ്മുടെ ചിക്കൻ കൂടുതലാണ്. കുറച്ച് നമുക്ക് ഇനി ഒരു സാധനം ഉണ്ടാക്കാനുള്ള ബാക്കി വേണം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഗരം മസാല, ഒരല്പം മഞ്ഞൾപ്പൊടി. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലവണ്ണം ചിക്കൻ കഴുകിയെടുത്താണ്. പാകത്തിന് ഉപ്പ്, കുറച്ച് കോൺഫ്ലോറൂടെ ഇട്ട് കൊടുക്കാം. എങ്കിൽ ചിക്കനിൽ ശരിക്കും മസാല പിടിക്കുള്ളൂ. കുറച്ച് അരിപ്പൊടി, ഇനി കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ച് നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വിനാഗിരിയാണത്. നമ്മുടെ മസാല റെഡി ആയിട്ട് നമുക്കിത് കോഴിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തേച്ച് പിടിച്ചാൽ മതി. നല്ല മസാല കൊണ്ട് തേച്ച് പിടിപ്പിച്ചാലേ അതിനുള്ള രുചി ഉണ്ടാവുള്ളൂ. നമ്മുടെ കോഴിയിലൊക്കെ മസാല നല്ലോണം തേച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റിലിരിക്കട്ടെ. നമുക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്. ഇങ്ങനെ ഇരുന്ന് തേങ്ങ ചിരകുമ്പോണ്ടല്ലോ, മുൻകാലങ്ങളിലൊക്കെ ഈ ഗ്രൈൻഡറൊന്നും ഇല്ലാത്ത സമയത്ത് കല്യാണ വീടുകളിലൊക്കെ തേങ്ങ ചിരകണ ആ ഒരു ഫീലാണ് ഇപ്പോൾ. പഴയ കാലഘട്ടത്തേക്ക് പോയൊരു ഫീൽ. അതൊക്കെ ഒരു രസമായിരുന്നു പണ്ട് കാലം. ഇനി നമുക്കിതിൽ ഒരു മസാല ചേർക്കാനുണ്ട്. അതിനകത്ത് നമുക്കിത് ഈ തേങ്ങയിൽ ഒരു സാധനം മിക്സ് ചെയ്യാനുണ്ട്. നമ്മൾ വേവിച്ച് അരച്ചെടുത്ത കാശ്മീരി മുളകിൻ്റെ അരപ്പ്, ഒരു അല്പം ഉപ്പ്. ഇതിനൊന്ന് നല്ലപോലെ തേങ്ങയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്താ മണം അറിയാം തേങ്ങയിൽ ഇത് മിക്സായപ്പോൾ. മതി. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അവിടെ ഇരിക്കട്ടെ. ഉള്ളി വെച്ച് കൊടുക്കാം. ശുദ്ധമായ വെളിച്ചെണ്ണ കുറച്ച് അധികം വേണം. മതി. അവിടെ എണ്ണ നല്ലോണം ചൂടായിട്ട് തോന്നുന്നു. നമുക്ക് കിട്ടുന്നു. അടിപൊളി.
അത്രയും പോകും. അകത്തായിട്ട് കഴിക്കില്ല. ഒരു സെക്ഷൻ ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെടുക്കാം. അടിപൊളി. അടുത്ത് ഇട്ട് കൊടുക്കണം. മതി. ആയതായത് എടുക്കാം. അതുകൂടെ സംഗതി ഏകദേശം എല്ലാം റെഡിയായി. ഒരു ചീനച്ചട്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ വറുത്ത എണ്ണ, നമുക്കൊരു പച്ചമുളക് കൊടുക്കാം. ഇത് നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയാണ്. ഒരുപാട് എണ്ണ ഉള്ളതുകൊണ്ട് കുറച്ച് മതി. നമുക്ക് ചിക്കന് മുകളിൽ ഇട്ട് കൊടുക്കാം. കറിവേപ്പില, കുറച്ച് കറിവേപ്പിലയും കൂടി ഇത് മുകളിൽ. ഇനിയാണ് നമുക്ക് മെയിൻ സാധനം വറുത്തെടുക്കാനുള്ളത് തേങ്ങ. ഇതിന് മെയിൻ സാധനം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്ന സാധനം. തേങ്ങ നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിന് മുകളിൽ തേങ്ങ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ചിക്കൻ ചാറ് ഞങ്ങൾ വെച്ചാണ്ടാ. ചിക്കൻ ചാറിങ്ങനെ അത് നമ്മൾ വെക്കുന്നത് കാണിച്ചിട്ടില്ല. എല്ലാം കൂടി സമയം നമുക്ക് തയ്യില്ല. നമ്മളെ കോഴിയുടെ കാല് അവിടെ തീർക്കാം. മോനെ അടിപൊളി, അടിപൊളി പറഞ്ഞാൽ അടിപൊളി. അതെ, ആ ചില്ലി ഉണ്ടല്ലോ, മറ്റേ കാശ്മീർ ചില്ലി, ഫ്ലേവർ അല്ലേ? അതെ അതെ, തേങ്ങയിലും തേങ്ങൻ്റെയും വെളിച്ചെണ്ണ വറുത്തതിൻ്റെ ഒരു വേറൊരു ടേസ്റ്റ്.
പൊളി സാധനം. സംഭവം പൊളിയുണ്ട്. അങ്ങനെ വെറുതെ അല്ല ഈ പയ്യോളി ചിക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ശരിക്കും. ആ കാശ്മീരി മുളകിൻ്റെ ഫ്ലേവറെ വെളിച്ചെണ്ണയും ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അല്ലേ? നാടൻ കോഴി, നാടൻ കോഴിയുടെ കറിയും നാടൻ കോഴി ചില്ലി, പയ്യോളി ചില്ലി, പയ്യോളി ചിക്കൻ. ഒരു തേങ്ങാപ്പേരുണ്ടല്ലോ നമ്മൾ ലാസ്റ്റ് ഇട്ട സാധനം, അതാണ് ശരിക്കും. അതെ അതെ, ഭയങ്കര ഫ്ലേവറും ഭയങ്കര ടേസ്റ്റ്. ആ മുളകൊക്കെ എന്താ രുചി അറിയാം വെളിച്ചെണ്ണ വെറുതെ പൊളി. തൊലിയാണ് ശരിക്കും ടേസ്റ്റ് ഇല്ല. തൊലി മസാല ഇല്ല, ശരിക്കും ഉള്ളിൽ മസാല പിടിച്ചിട്ടുണ്ട്, എങ്കിലും തൊലിക്ക് ഭയങ്കര രുചി. അതെ, ഈ മുളകിൻ്റെ ഫ്ലേവർ വന്നപ്പോൾ അടിപൊളിയായിട്ട്. അങ്ങനെ ആൾ കുറച്ച് ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എപ്പോൾ കഴിച്ചു തീർക്കുന്നുള്ളതാണ്, കഴിക്കാം, പതുക്കാണ് കഴിച്ചു തീർക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനൊക്കെ നമുക്ക് നമ്മുടെ പിള്ളേർക്ക്, നമ്മുടെ കൂടെ ഹെൽപ്പിന് വരുന്ന കുട്ടികൾക്ക് നമ്മൾ പാർസലാക്കി അത് വീട്ടിലേക്ക് കൊടുത്തു കൊടുക്കും. അപ്പോൾ എന്തായാലും പയ്യോളി ചിക്കൻ പൊളി അല്ലേ? പൊളി, അടിപൊളി സാധനം. കളറൊക്കെ സ്കിന്നോടുള്ള ചിക്കനാണ്, അതാൻ്റെ വളരെ സ്ലോ കുക്കിങ്ങിൽ ശരിക്കും വേവിച്ചെടുത്തു. നല്ല നാടൻ കോഴി ഇങ്ങനെ വേവില്ല. നാടൻ കോഴി ചില്ലി ഉണ്ടാക്കണം പറഞ്ഞാൽ വലിയ പണിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് കൂടി വിളിച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേർന്നായിരിക്കും. അപ്പോൾ ഞങ്ങൾ വളരെ പതുക്കെയാണേലും ഇതിരുന്ന് കഴിച്ചിട്ട് അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പാർസലായി കൊടുക്കാൻ. അതെ, അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. ഓനെ ഒന്നര സംഭവം ഉണ്ടത്.